നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ചേച്ചി, കഴിഞ്ഞ ദിവസം ജ്യോതി മൽഹോത്രയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തു. അതായത് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ വനിതയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് നമ്മുടെ ടൂറിസം വകുപ്പാണ്. ടൂറിസം വകുപ്പിന്റെ സ്പോൺസർഷിപ്പിലാണ് അവർ കേരളത്തിൽ എത്തിയതെന്നുള്ള ഗുരുതരമായ കണ്ടെത്തലും കാര്യങ്ങളുമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപാട് ബ്ലോഗർമാര്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ പബ്ലിക് ആയിട്ടുള്ള ഫിഗേഴ്സ്, പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉള്ള സമയത്ത് ജ്യോതി മൽഹോത്രയെ തന്നെ എന്തുകൊണ്ടായിരിക്കും വിളിച്ചു വരുത്തിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. ഇത് വലിയൊരു ഗുരുതരമായ ഒരു കാര്യമല്ലേ? അതെ, തീർച്ചയായും അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം നോക്കിയാൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ അടുത്ത കാലഘട്ടങ്ങളിലായി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉൾപ്പെട്ടിട്ടുള്ളതും IS-ൽ പോയതടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടി ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഗൗരവം കൂടുതൽ വ്യക്തമാവുക. എന്തുകൊണ്ടാണ് ജ്യോതി മൽഹോത്രയെ തെരഞ്ഞെടുത്തത്? ആരാണ് ടൂറിസം വകുപ്പിന് ജ്യോതി മൽഹോത്രയെ പരിചയപ്പെടുത്തി കൊടുത്തത്? ഏതായാലും കേരളത്തിന് വെളിയിലുള്ള ഒരു ബ്ലോഗറെ ഇവിടെ കൊണ്ടുവന്ന ടൂറിസം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൂറിസം വകുപ്പിന് അതിന് എന്താണ് അതിന്റെ ഗൈഡ് ലൈൻസ്, എന്തൊക്കെ തരത്തിലുള്ള ആൾക്കാരെയാണ് ഇവിടെ കൊണ്ടുവന്നത്, കൂടെ ആരെയൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഇതിന് പണം നൽകിയിരുന്നു, ആരായിരുന്നു മുഖ്യ സ്പോൺസർ, ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെയാണ് വളരെ കൃത്യമായി തന്നെ നമുക്ക് ഏതോ ഒരു കോണിൽ നിന്നും ഇതിനുള്ള ഏതോ ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ടൂറിസം ബ്ലോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലോഗ് ചെയ്യുന്ന ആദ്യത്തെ ആളല്ല ജ്യോതി മൽഹോത്രയെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ജ്യോതി മൽഹോത്രയെ തന്നെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? കേരളത്തിലെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന, ആ സ്ഥലങ്ങളിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യുമ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ജ്യോതി മൽഹോത്ര വന്നത്? ആരാണ് ഇതിന്റെ പിന്നിലെന്ന് പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മുഹമ്മദ് റിയാസിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ടൂറിസം വകുപ്പിന്റെ വളരെ കൃത്യമായി ടൂറിസം വകുപ്പാണ് ഇവരെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കള്ളത്തരം ഇതിലില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജ്യോതി മൽഹോത്രയെ പിടിക്കുമ്പോൾ കേരളത്തിന്റെ ടൂറിസം ഗസ്റ്റായി ഇവിടെ വന്നിരുന്നു എന്ന് പറയാൻ പഠിച്ചത് എന്തിനാണ്? വിവരാവകാശ രേഖ വന്നപ്പോൾ മാത്രമാണല്ലോ ഇപ്പോ ടൂറിസം വകുപ്പിന്റെ അതിഥിയായാണ് പങ്കെടുത്തതെന്ന് പറഞ്ഞത്. ഒരു കള്ളത്തരവും ഇല്ലെങ്കിൽ അന്നേരം ഒരു റിലീസ് മുഹമ്മദ് റിയാസ് ഇറക്കേണ്ടതല്ലേ? എനിക്ക് തെറ്റുപറ്റിയിരുന്നു, ടൂറിസം വകുപ്പിന് തെറ്റുപറ്റിയിരുന്നു എന്ന് പറഞ്ഞ് അവരെ തള്ളിപ്പറയേണ്ടതായിരുന്നില്ലേ? അത് തള്ളിപ്പറയാത്തിടത്തോളം, ആരാണെന്ന് മിണ്ടാതിരുന്നിടത്തോളം ഇത്രയും ദിവസം നമുക്കറിയില്ലായിരുന്നു ആരാണ് ഇത്. ഈ ടൂറിസം വകുപ്പിന്റെ ഗസ്റ്റ് ആയിട്ടാണോ, എങ്ങനെയാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നതെന്ന് ദേശീയ ഏജൻസികൾ കേരളത്തിലേക്ക് എത്തിയെന്ന് കണ്ടെത്തുമ്പോൾ മാത്രമാണല്ലോ എന്തുകൊണ്ടാണ് ഇത് ആരാണ് എന്ന അന്വേഷണത്തിലേക്ക് പോലും പോയത്? അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് പുറത്തു വരില്ല എന്ന കാര്യം 100% ഉറപ്പല്ലേ? ഇപ്പോ ഇത് പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ്. ആരാണ് മുഹമ്മദ് റിയാസിനെ അല്ലെങ്കിൽ ടൂറിസം വകുപ്പിന് ജ്യോതി മൽഹോത്രയെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്ന ചോദ്യം കൃത്യമായി തന്നെ അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പോ ഞങ്ങൾ ഒരു ബ്ലോഗറെ വിളിച്ചു, ആ ബ്ലോഗർ വന്നു, അല്ലെങ്കിൽ ആ ബ്ലോഗറെ കൂടി ഉൾപ്പെടുത്തി എന്ന് പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചിരുന്നു. അന്ന് ഒരക്ഷരം ഉരിയാടാതിരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസ്. ഇപ്പോൾ വിവരാവകാശം ചോദിച്ചപ്പോൾ വിവരാവകാശ രേഖകൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇത് ടൂറിസം വകുപ്പിന്റെ ഗസ്റ്റ് ആയിരുന്നു എന്ന് പറയാനും, അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് അതിന് മറുപടിയുമായി വന്നിട്ടുണ്ട്. ഇത് ഊഹാപോഹമല്ലല്ലോ. നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന, ആരെങ്കിലും കെ സുരേന്ദ്രന്റെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാകാം, അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ പറയുന്നതെന്ന് പറയുമ്പോൾ ഏത് താല്പര്യത്തിന്റെ പുറത്താണ് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ചാരപ്രവർത്തനം നടത്തുന്ന വനിതയെ കേരളത്തിന്റെ ടൂറിസം വകുപ്പിന്റെ ഗസ്റ്റ് ആയി കൊണ്ടുവന്നെന്ന് പറയാൻ മുഹമ്മദ് റിയാസിന് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. തീർച്ചയായും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഹമ്മദ് റിയാസിന് ഒഴിയാൻ കഴിയില്ല. സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസികൾ വ്യക്തമായി നടത്തേണ്ടതുണ്ട്. കാരണം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആൾ ഇവിടേക്ക് എത്തിച്ചേർന്നത്? ഇവർ പഹൽഗാമിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. ജ്യോതി മൽഹോത്ര എങ്ങനെയാണ് ഇത്രയും വർഷം ഇത്രയും വലിയ ഒരു യൂട്യൂബർ, നമ്മളൊന്നും അറിയപ്പെടുന്ന ഒരു വലിയ യൂട്യൂബർ ഒന്നും ആയിരുന്നില്ല ജ്യോതി മൽഹോത്ര. ടൂറിസം വകുപ്പിന് കൃത്യമായി ജ്യോതി മൽഹോത്രയിലേക്ക് എത്താനുള്ള ലിങ്ക് എന്തായിരുന്നു? ആരായിരുന്നു ജ്യോതി മൽഹോത്രയെ ടൂറിസം വകുപ്പിനെ പരിചയപ്പെടുത്തി കൊടുത്തത്? ഏത് തരത്തിലാണ് ഇതിലേക്ക് എത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും അത് വിശദീകരിക്കാൻ ബാധ്യതയും മുഹമ്മദ് റിയാസിനുണ്ട്. ചേച്ചി, ഈ പറയുന്നത് പോലെ അതായത് നമ്മുടെ സംസ്ഥാനത്തേക്ക് ജ്യോതി മൽഹോത്രയെ ആനയിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് ജ്യോതി മൽഹോത്ര അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ചില പോസ്റ്റുകൾ, ചില രാഷ്ട്രീയപരമായ പോസ്റ്റുകളൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതായത് നമ്മുടെ BJP വിരുദ്ധ പോസ്റ്റുകളൊക്കെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ BJPക്കെതിരെ സംസാരിക്കുന്ന ആളെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ എന്താണ് ഒരു പുരോഗമനവാദി അല്ല, അങ്ങനെ പറയില്ല നമ്മൾ, ഈ വിപ്ലവത്തിന് അനുകൂലമായി സംസാരിക്കുന്ന ഒരു പിന്നെ ബ്ലോഗറൊക്കെ ആരായാലും അവരുടെ ചരിത്രമൊന്നും നോക്കാതെ പിടിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെ തിരിഞ്ഞു കുത്തിയതായിരിക്കുമോ?
തീർച്ചയായും അങ്ങനെ ആവാൻ വഴിയില്ല. കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ അത് തെറ്റല്ലേ? സംസ്ഥാന സർക്കാരിന് ഇന്റലിജൻസ് ഇല്ലേ? സംസ്ഥാന സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ? നമ്മൾ ഒരാളെ ഗസ്റ്റായി വിളിച്ചോളൂ. കേരളത്തിൽ നല്ല നിലവിൽ അതൊന്നും ഇല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സും ബ്ലോഗേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. പല യൂട്യൂബർമാരും ബ്ലോഗർമാരും ഒക്കെ കൊണ്ടുവരുന്ന പല ആൾക്കാരും ഇത്തരത്തിൽ വ്യാജ നിർമ്മിതികളായിരുന്നു എന്ന് സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊരു കൃഷ്ണഭക്ത എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് വന്ന ഒരാൾ, അതിനുശേഷം ഇപ്പോ ജീവമാതാ കാരുണ്യഭവൻ വലിയൊരു ഒരു സമൂഹത്തിൽ ഒരു വലിയ സന്ദേശം കൊടുക്കുന്നു എന്ന തരത്തിലൊരു വിവാഹമൊക്കെ നടത്തിക്കൊണ്ട് പ്രശസ്തയായി നിന്നിരുന്ന ഒരാൾ, അവരുടെ ഇപ്പൊ ജീവമാതാ കോൺവെന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ അനാഥാലയത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലും പുറത്തു വരുന്നു. അപ്പോ കേരളത്തിലെ വ്ളോഗർമാർ അല്ലെങ്കിൽ കേരളത്തിലെ ഇത്തരത്തിലുള്ള ആൾക്കാർ നിരവധി ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ ടൂറിസം വകുപ്പിന്റെ ഗസ്റ്റായാണ് വന്നത്, സാധാരണ ഒരു ഗസ്റ്റ് അല്ല. ടൂറിസം ഒരു വകുപ്പിന്റെ ഗസ്റ്റായി വകുപ്പ് തലത്തിൽ തീരുമാനമെടുത്ത് ഒരാളെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോ അത് ആരെയാണ് കൊണ്ടുവരുന്നത്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത കേരളത്തിലെ സർക്കാരിനില്ലേ? അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണോ, ഒരാൾ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണോ ആ ആളെ വിലയിരുത്തുന്നത്? അല്ലെങ്കിൽ അവർ ചെയ്ത വ്ലോഗുകൾ കണ്ടിട്ടാണോ ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത്? ഒരു വകുപ്പ് വിലയിരുത്തുന്നത്, സാധാരണക്കാരായ ജനങ്ങൾ വിലയിരുത്തുന്നത് പോകട്ടെ, ഒരു വകുപ്പ് ഒരു പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് ആനയിച്ച് ടൂറിസം പ്രൊമോട്ട് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരുമ്പോ ഇനി അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിൽ വേറെ ആരൊക്കെയാണ് പങ്കെടുത്തത്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അടക്കം ചെക്ക് ചെയ്യണം. ഇപ്പോ ഈ ജ്യോതി മൽഹോത്രയുടെ വിഷയം തന്നെ എങ്ങനെയാണ് പുറത്തു വന്നത്? കേന്ദ്ര ഏജൻസികൾ ഇവരെ കുറിച്ച് അന്വേഷിച്ച് വ്യക്തമായി തന്നെ ഇവർ IS-മായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള ചില രാജ്യവിരുദ്ധ ശക്തികളുമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാൻ വേണ്ടി ചാരപ്രവർത്തനം നടത്തുകയായിരുന്നുവെന്നും ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി കേരളത്തിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കുമ്പോൾ പോലും ഒന്ന്, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളാണ് വിളിച്ചുകൊണ്ട് വന്നത്, അല്ലെങ്കിൽ കേരള ടൂറിസം വകുപ്പിന്റെ ഗസ്റ്റ് ആയിരുന്നു എന്ന് പറയേണ്ടതിന് പകരം നേരത്തെ സുരേന്ദ്രൻ ഇത് ആരോപിക്കുമ്പോൾ പോലും അക്ഷരം ഉരിയാടാതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ കൃത്യമായി അത് അറിയാമായിരുന്നു എന്ന് തന്നെയല്ലേ? ആദ്യമായ ഒരു സംഭവം അറിയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു ഞെട്ടലുണ്ടാവില്ലേ? കേരളത്തിലെ സർക്കാർ ആദ്യമായാണ് ഇങ്ങനെ ഒരു ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ട വനിത താങ്കളുടെ ഒപ്പം വന്നിരുന്നു, അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിപ്പോയെങ്കിൽ ടൂറിസം വകുപ്പും ടൂറിസം മന്ത്രിയും അന്നേ അത് വിശദീകരിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഇത് വിശദീകരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത്? സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചപ്പോൾ പോലും ഒരക്ഷരം ഉരിയാടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോ വിവരാവകാശ രേഖ പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി വെളിവാകുമ്പോൾ മാത്രമല്ലേ മിണ്ടുന്നത്? അപ്പൊ അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നേരത്തെ മുഹമ്മദ് റിയാസിന് അറിയാമായിരുന്നു തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഈ കാര്യങ്ങൾ മുഹമ്മദ് റിയാസിനും ടൂറിസം വകുപ്പിനും ഒക്കെ അറിയാമായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായി തന്നെ വിവരം കിട്ടിയിരുന്നു. ഇനി ആരാണ് ഇവരെ എത്തിച്ചത്, ആരാണ് ഇതിന്റെ ചുമതല ഉണ്ടായിരുന്നത്, ആരുടെ ആഗ്രഹപ്രകാരമാണ് അല്ലെങ്കിൽ ആരുടെ താല്പര്യപ്രകാരമാണ് ഇവർ വന്നത്, ഈ കാര്യങ്ങളടക്കം ഇനി പുറത്തു വരേണ്ടതുണ്ട്. അതുകൂടി പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് ഇതിലൊരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇത്രയും പുറത്തു വന്ന സ്ഥിതിക്ക് ആരാണ്, എങ്ങനെയാണ് ജ്യോതി മൽഹോത്ര ഇവിടേക്ക് എത്തപ്പെട്ടത്, ആരാണ് ജ്യോതി മൽഹോത്രയെ സജസ്റ്റ് ചെയ്തത്, എന്താണ് അതിനുള്ള ക്രൈറ്റീരിയ എന്തായിരുന്നു, ടൂറിസം വകുപ്പ് എന്തിനാണ് ഇവരെ കൊണ്ടുവന്നത്, ഇത്തരം കാര്യങ്ങൾ കൂടി മുഹമ്മദ് റിയാസ് വിശദീകരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ വിശദീകരിക്കട്ടെ, എങ്കിൽ മാത്രമേ മുഹമ്മദ് റിയാസിന് ഇതിൽ പങ്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അത്രയും കാര്യങ്ങൾ വിശദീകരിക്കാൻ അല്ല, ഇതില് വേറൊരു വശം കൂടെയുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം, ഇപ്പൊ പറഞ്ഞു വന്നതുപോലെ നമ്മുടെ കേരളത്തിൽ കുറച്ചു കാലമായിട്ട് ഈ പറയുന്ന പോലെ ബംഗാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശികൾ വന്ന് താമസിക്കുന്നുണ്ട്. അത്തരക്കാരെ നമ്മൾ ഇപ്പൊ അടുത്താണ് കേരളത്തിൽ ഒന്നോ രണ്ടോ ആളുകളെ അറസ്റ്റ് ചെയ്ത സ്ഥിതി ഉണ്ടായി. NIA വന്നിട്ടാണ് കാസർഗോഡ് നിന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത്. ഇത്തരം ക്രിമിനൽ കേസുകൾ വരുന്ന സമയത്താണ് ഇത്തരം ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയുന്നതും അവരുടെ പുറകെ നമ്മൾ പോകുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇന്റലിജൻസ് ഇത്തരത്തിൽ പരിപൂർണമായിട്ടുള്ള പരാജയമായി പോകുന്നത്? സത്യസരണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് പലതരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും കേരളത്തിലെ ഇന്റലിജൻസും പോലീസും കണ്ണടച്ചു നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ ജ്യോതി മൽഹോത്രയുടെ കേസിലും ഇന്റലിജൻസ് പരാജയമായിരുന്നു എന്നാണോ? ഇനി അതല്ല, ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ട് സർക്കാർ അത് കണ്ണടച്ചു എന്ന് മനസ്സിലാക്കേണ്ടത്? കേരളം തീവ്രവാദികളുടെ പരദീസയാകുന്നു, അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ വളക്കൂറുള്ള മണ്ണാകുന്നു എന്ന് ഏതാണ്ട് ഒരു 90-കൾ മുതൽ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ പറയുന്നതിനെല്ലാം വർഗീയത എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയും തീവ്രവാദികൾക്ക് വെള്ളവും വളവും നൽകുകയും ചെയ്യുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കറിയാമല്ലോ, പല കാര്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മുടെ റഫേൽ യുദ്ധവിമാനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും കേരളത്തിൽ എന്താണ് പ്രചരിപ്പിച്ചത്? കേരളത്തിലെ ഒരു യൂട്യൂബർ എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വളക്കൂറുള്ള മണ്ണായി കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്നാണല്ലോ, കേരളത്തിൽ നിന്നാണ് IS-ലേക്ക് പോയിട്ടുള്ളത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകനടക്കം IS-ലേക്ക് പോയ സാഹചര്യമുണ്ട്. ഇവിടെ മറ്റൊരു മാധ്യമ പ്രവർത്തകനെ ഇവിടെ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിടിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി, ആ മാധ്യമ പ്രവർത്തകന് വേണ്ടി കേരളത്തിലെ മാധ്യമപ്രവർത്തക സമൂഹം ഒന്നടങ്കം തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോ പുരോഗമനത്തിന്റെ മേൽമൂടി അണിഞ്ഞുകൊണ്ട്
പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് BJP എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ അങ്ങ് റോഡിലേക്ക് ഇറങ്ങിയാൽ അത് പുരോഗമനമായി, അല്ലെങ്കിൽ അതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളം പല രീതിയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായി മാറുന്നു. കഴിഞ്ഞ ദിവസമല്ലേ കണ്ണൂരിൽ നിന്ന് ഒരാളെ പിടിച്ചത്? നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഏത് തീവ്രവാദ പ്രവർത്തനം ചെയ്തവരും കേരളത്തിലേക്ക് ഒരു ലിങ്ക്, ഒരു മലയാളി അതിൽ ലിങ്ക് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ കുറച്ച് കാണേണ്ടതുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കേരളം അങ്ങനെയല്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ജോസഫ് മാഷിന്റെ സംഭവം ഉണ്ടായത് മുതൽ നമ്മൾ കണ്ടതല്ലേ? വാഗമണിലെ സിമി ക്യാമ്പ് മുതൽ നമ്മൾ കണ്ടതല്ലേ? ഈ നാറാത്ത് ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടതല്ലേ? ഇനി അതിനും അപ്പുറത്തേക്ക് പൊയിനാച്ചി ഡെന്റൽ കോളേജിൽ പഠിക്കാൻ പോയ കുട്ടികൾ IS-ലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായതല്ലേ? ഇനി എന്ത് പറഞ്ഞിട്ടാണ്? എത്രയോ പെൺകുട്ടികൾ, ഇപ്പൊ ലവ് ജിഹാദ് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും എത്രയോ പെൺകുട്ടികൾ എവിടെയാണെന്ന് അറിയാത്ത സാഹചര്യം കേരളത്തിലില്ലേ? അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളം തീവ്രവാദികൾക്ക് വളക്കൂറുള്ള മണ്ണായി മാറുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളം ആലോചിച്ച് നോക്കണം, ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു സമൂഹത്ത്, ആ ഒരു സമൂഹത്തിലാണ് അവരും മലരും കുന്തിരിക്കവും കരുതി വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് 10 വയസ്സുള്ള കുട്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം ഗുരുതരമായ അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചർച്ചയില്ലാത്തത്? ഇതിൽ നിന്ന് ജ്യോതി മൽഹോത്ര ഇവിടേക്ക് വന്നതും അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകരുടെ പിന്നാമ്പുറം അന്വേഷിച്ചു പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ചില ആൾക്കാരെങ്കിലും ഉണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ കൃത്യമായി തന്നെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് വളരെ ശക്തമായ അന്വേഷണം നടത്തിയാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വ്യക്തമായി അറിയാനും സാധിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളെ മറയാക്കിക്കൊണ്ട് നമ്മൾ ഗുരുവായൂർ കണ്ടല്ലേ? ഗുരുവായൂരിൽ ഒരു പുരുഷൻ വന്ന് അയാളുടെ ഗുഹ്യഭാഗത്തെ രോമം പറിച്ച് ക്ഷേത്രത്തിന് ആൽത്തറയിലേക്ക് ഇടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ വളരെ കൃത്യമായ തരത്തിലുള്ള ചില കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഐഡന്റിഫൈ ചെയ്യപ്പെടേണ്ടതും അതിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുമാണ്. അത്തരത്തിലൊരു കാര്യമാണ് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന വനിത ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ബ്ലോഗർ. അവരെ എനിക്ക് വേറെ ഒരു സർക്കാരും അവരെ ആദരിച്ചിട്ടില്ല. കേരളത്തിലെ സർക്കാർ കൃത്യമായി അവരെ ഇവിടെ കൊണ്ടുവന്ന് പ്രോഗ്രാം നടത്തിക്കാൻ, അല്ലെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇവിടുത്തെ ഗസ്റ്റായി അവരെത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അതൊരു സൂചകം തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട, വളരെ അത്യാവശ്യമായി ശ്രദ്ധിക്കേണ്ട, അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും എന്തു തന്നെയായാലും ഈ കേരളത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വോട്ട് നഷ്ടപ്പെടുമെന്ന പേരിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ, നമ്മുടെ പോലീസും ഒക്കെ, അല്ലെങ്കിൽ പോലീസിനെ ആ തരത്തിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഈ ചർച്ചയിൽ സംസാരിച്ചതിൽ ഒരുപാട് നന്ദി.